ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീന ജോഷി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി ട്യൂഷന് വിട്ടിട്ട് ഞാൻ പിന്നെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും ചെന്ന് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണി കഴിയുമ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് പിന്നെ തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ വിളക്ക് ഒരുക്കി റെഡിയാക്കി വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നും വിചാരിക്കും, കാര്യം എനിക്ക് ഇതൊരു ഭയങ്കര സന്തോഷത്തോടെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പം നിങ്ങൾക്കും വീഡിയോ കാണുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്കും കിട്ടിയാലോ. അപ്പം ഞാൻ വെച്ച് എന്തായാലും ഒന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ എനിക്ക് ഈ കർക്കിടക മാസം, വൃശ്ചിക മാസം, തൃക്കാർത്തിക ഈ ദിവസങ്ങളിൽ, കർക്കിടക മാസം ആകുമ്പോൾ ഒരു മാസം, വൃശ്ചികത്തിന് 41 ദിവസം. അപ്പോൾ ഈ 41 ദിവസം മണ്ഡലകാലത്തൊക്കെ എനിക്ക് വിളക്ക് ഒരുക്കാനും കത്തിക്കാനൊക്കെ ഭയങ്കര, ബാക്കിയുള്ള ദിവസങ്ങളെക്കാളും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് ഞാൻ കർക്കിടക മാസമാണെങ്കിൽ പിന്നെ ടി വിയിൽ യൂട്യൂബിൽ ഞാൻ ശ്രീരാമന് കുറേ ഭക്തിഗാനങ്ങളൊക്കെ ഇട്ടിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിനകത്ത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു വൈബും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കർക്കിടകത്തിൽ അങ്ങനെ ചെയ്യും. പിന്നെ വൃശ്ചിക മാസമാകുമ്പോൾ ഞാൻ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ ടി വിയിലൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചൊക്കെയാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ വിളക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി വിളക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എൻ്റെ വീട്ടിലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് മാക്സിമം ചെടികൾ വെക്കണം. പക്ഷേ എനിക്ക് എപ്പോഴും ചെടികൾ വെക്കുമ്പോൾ നമ്മുടെ വിളക്കൊരുക്കാൻ പറ്റിയ ചെടികൾ, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാൻ പറ്റിയ പൂക്കളൊക്കെ കിട്ടുന്ന ചെടികൾ വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ ഞാൻ ഉള്ള സ്പേസിൽ അതിന് വേണ്ട ചെടികൾ മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് പൈസയൊന്നും ചിലവാക്കിയിട്ടില്ല. കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ നഴ്സറിയിൽ പോയി മേടിച്ചാണ് വെച്ചത്. പിന്നെ റോസ ചെടികളെല്ലാം ഞാൻ ഓരോ വീട്ടിൽ നിന്നും കമ്പെടുത്തുകൊണ്ടെന്ന് വെച്ച് നട്ട് പിടിപ്പിച്ച് റെഡിയാക്കി എടുത്തതാണ്. പിച്ചി, മുല്ല, അരളി, ഇത് 3 നഴ്സറിയിൽ നിന്ന് മേടിച്ചു. നഴ്സറിയിൽ നിന്ന് കുറച്ച് നമ്മൾ റോസയല്ല, കുറച്ച് ചെമ്പരത്തിയും തെറ്റി ചെടികളും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ തീരുമാനിച്ചു ഇനി എന്തായാലും നഴ്സറിയിൽ നിന്ന് റോസയും തെറ്റിയും ചെമ്പരത്തിയും മേടിക്കുന്ന പരിപാടിയേ ഇല്ല. കാര്യം അതൊന്നും ഞാനങ്ങനെ ഒരുപാട് ചെടി പരിപാലിക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അവർ കെയർ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അതൊക്കെ പോകുന്നത്. അപ്പോൾ റോസയാകുമ്പോൾ കുഴപ്പമില്ല. അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോസ കമ്പും ചെമ്പരത്തി കമ്പും തെറ്റിക്കമ്പും ഒക്കെ ആണെങ്കിൽ നമ്മൾ വലിയ കെയർ കൊടുത്തില്ലെങ്കിലും അത് അവിടെ നിന്ന് പൂത്ത് തളർത്ത് നിന്നോളും. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ക്രിസ്മസ് ട്രീ വേണമെന്ന് പറഞ്ഞ് നഴ്സറിയിൽ ക്രിസ്മസ് ട്രീ പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ട്രീ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു ചെടി ഞാൻ അവിടെ കൊണ്ടുവന്ന് നട്ടു. അത് ഞാൻ ചെറിയൊരു തൈ കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ ഇത്ര പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇനി ഒരു പുൽക്കൂട് വെച്ചാൽ ആ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാവും കാണാൻ. അപ്പോൾ ഇതുവരെയും ഞാൻ വീട് വെച്ചിട്ട് 3.5 വർഷമായി. ഇതുവരെ എനിക്ക് ആ വീട്ടിൽ നമ്മൾ താമസമാക്കി ഉടനെയാണ് ഈ ചെടികളൊക്കെ നട്ടത്. പക്ഷേ ഇതുവരെ എനിക്ക് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാര്യം നമുക്ക് ഓരോ ക്രിസ്മസൊക്കെ വരുമ്പോഴേക്കും ഓരോ മരണമൊക്കെ വന്നിട്ട് ഇതുവരെയും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ 3 സ്ഥലത്തായിട്ട് 3 അരളി തൈ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു അരളി മാത്രമേ എനിക്കുള്ളൂ. ബാക്കി 2 അരളിയും പട്ടുപോയി. അതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ കരിഞ്ഞ് ഇലകളെല്ലാം കരിഞ്ഞ് പട്ടുപോയി. പക്ഷേ ഇത്രത്തോളം വലുതായിട്ടില്ലായിരുന്നു. അരളി നട്ടൊരു 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും 2 അരളിയും പട്ടുപോയി. അതും റെഡും ഈ സെയിം പിങ്ക് കളറുമായിരുന്നു. അത് രണ്ടും പോയി. പിന്നെ തുളസിയും ഇവിടെ ധാരാളം നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാടാകുമ്പോൾ ഞാൻ പിഴുത് കളയാറാണ് പതിവ്. അപ്പോൾ ഇനി പൂക്കളെല്ലാം പറിച്ച് ഞാൻ തട്ടത്തിൽ വെക്കുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ. നമ്മളെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറിച്ച് വിളക്കൊരുക്കുമ്പം അങ്ങനെ ഞാൻ പിച്ചിമൊട്ട്, മുല്ലമൊട്ട്, അരളി, തുളസി, റോസാപ്പൂ ഇത് ഇത്രയും പറിച്ച് ഞാൻ തട്ടത്തിൽ വെച്ചിട്ടുണ്ട് വിളക്കൊരുക്കാനായിട്ട്.
ഇനി എൻ്റെ അടുക്കളത്തോട്ടത്തിലും ഒരു റോസ നിൽപ്പുണ്ട്. അതിലും ഇഷ്ടം പോലെ പൂക്കൾ കിട്ടാറുണ്ട്. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇവിടെ എനിക്കൊരു കുഞ്ഞ് പ്ലാവുണ്ട്. ഈ പ്ലാവിൽ നിന്നാണ് എനിക്ക് ചക്കയൊക്കെ വരിക്കച്ചക്ക കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസ് 1-2 ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റോസാപ്പൂവ്, റോസാ ചെടി. അപ്പോൾ ഇവിടെ നിന്ന് ഇന്നിപ്പോൾ വലിയതായിട്ട് പൂക്കളില്ല. ഇടയ്ക്കൊക്കെ ശരിക്ക് പൂക്കും. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല ഉണക്ക സമയത്തൊക്കെ നന്നായിട്ട് പൂക്കും. മഴ നിർത്താതെ പെയ്യുന്ന സമയത്താണ് ഇത് മൊട്ടിടാത്തത്. അല്ലാത്ത സമയത്തൊക്കെ ഇതിൽ ഇഷ്ടം പോലെ പൂവാണ്. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയ സമയമായത് കൊണ്ടാണ് കുറച്ച് പൂക്കളേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് പൂക്കും. ഇതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഞാൻ വിളക്കൊരുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്ത് വീഡിയോ ആണ്, ഇത്രയും പൂക്കളൊക്കെ വെച്ച് പൂക്കളുള്ളതും അങ്ങനെ വിളക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിലെന്താണ് ഇത്ര കാണിക്കാനിരിക്കുന്നത് എന്നൊക്കെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇത്രയൊരു സന്തോഷം വരാനുള്ളൊരു കാരണം എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ മുറ്റം വളരെ കുറവായിരുന്നു. അപ്പോൾ അവിടെ ചെടികളൊന്നും നടാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു. നമ്മളെ വീട്ടിൽ ചെടികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ചെടികളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു, നമുക്കും അതുപോലെ ചെടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. അപ്പോൾ ചെടിയൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ വീട്ടിലെ ചെടികളൊക്കെ കണ്ട് കൊതിച്ച ഒരാൾക്ക് സ്വന്തമായിട്ട് ഇത്രയും ചെടികളും പൂക്കളൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്കുള്ളത്. അതാണ് എനിക്ക് ഇത്രയും സന്തോഷം വരാനുള്ളൊരു കാരണം. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്തുനിന്ന് പറിക്കുന്ന ചെടികളിലെ പൂക്കളൊക്കെ എടുത്ത് എനിക്ക് വിളക്കൊരുക്കി വിളക്ക് കത്തിക്കാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസും അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്.